അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ഇവിടെ പ്രകടനം വേണ്ട, വെച്ച ഫ്ലെക്സുകൾ പിൻവലിക്കണം. അത് ആ 3 നേതാക്കന്മാർ ഒരുപോലെ പറഞ്ഞു. പിന്നെ അതിനേക്കാളപ്പുറത്ത് രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്തി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഒരു നീതിപൂർവമായ നടപടിക്ക് മുന്നോട്ട് പോയ ഉദ്യോഗസ്ഥന്മാരെ ചവിട്ടി മെതിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം കാണാനുള്ള ബാധ്യത ആർക്കാ? ഞങ്ങൾക്ക് തന്നെയാണ്. ആ പരിഹാരം കാണണ്ടേ? അത് കാണണം. അതാണ് ഞങ്ങളുടെ മോഹം. അതൊക്കെ ഡൽഹിയിലല്ലേ അനൗൺസ് ചെയ്യേണ്ടത്. ഇന്നലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെജിയും ഒരുമിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം ഇവിടുന്ന് പാർലമെൻ്ററി പാർട്ടി ഒരു സിംഗിൾ ലൈൻ റെസൊല്യൂഷൻ പാസ്സാക്കി അവരെ രണ്ടുപേരെയും ചുമതലപ്പെടുത്തിയായിട്ട്. പിന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആളുകളുമായി ഡിസ്കസ് ചെയ്യും. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സോണിയാജിയായിട്ടും അതോടൊപ്പം ശ്രീ എ കെ ആൻ്റണി ആയിട്ടും സംസാരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്കഷൻസൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അനൗൺസ് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാകില്ല. അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവർ പറഞ്ഞ സമയത്ത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്ത് ജനങ്ങളെ അത് അറിയിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. അത് ഇനി വയ്യേണ്ട കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഡിസ്കഷൻസ് പൂർത്തിയാക്കുക, അതോടൊപ്പം തന്നെ അത് ഹൈക്കമാൻഡിൻ്റെ അധികാരമാണ് അനൗൺസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്ത് അവർ അനൗൺസ് ചെയ്യും. അതെല്ലാം തീർന്നല്ലോ, അങ്ങനെയൊരു പ്രശ്നമേ ഇല്ലല്ലോ. അത് ഡൽഹിയിൽ നിന്ന് തന്നെ നേരിട്ട് പറഞ്ഞു. പ്രധാനപ്പെട്ട 3 നേതാക്കന്മാർ ഒരുമിച്ച് പറഞ്ഞു. ആ വെച്ച ഫ്ലെക്സെല്ലാം മാറ്റാൻ പറഞ്ഞു. സ്റ്റാറ്റസ് കോ ആൻറ്റിയാക്കാൻ പറഞ്ഞു. എല്ലാം ഭംഗിയായി പോകുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടായി. അതിനുശേഷം മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഈ ഒരു ചെറിയ സംഭവം ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം നല്ല സ്മൂത്ത്, ഏത് കാലത്തും ഉണ്ടായതിനേക്കാൾ കൂടുതൽ സ്മൂത്തല്ലേ. ഈ സംഭവം ഡൽഹി ചെന്നതോടുകൂടി കൃത്യമായി പരിഹരിക്കപ്പെടുകയും ചെയ്തു. അതിന് പിന്നെ മുന്നോട്ട് ആ ഗതിയിലല്ല പോകുന്നത്. നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയും മഹത്വവും ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കത്തക്ക വിധത്തിൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നല്ല മുഖം ജനങ്ങളുടെ മുമ്പിൽ എത്തത്തക്ക വിധത്തിലുള്ള ഒരു തീരുമാനമാണ് ഡൽഹിയിൽ നിന്ന് വന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ഇന്നലത്തെ ഇതിന് ശേഷം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ഇവിടെ പ്രകടനം വേണ്ട, വെച്ച ഫ്ലെക്സുകൾ പിൻവലിക്കണം. അത് ആ 3 നേതാക്കന്മാർ ഒരുപോലെ പറഞ്ഞു. പിന്നെ അതിനേക്കാളപ്പുറത്ത് രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്തി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ തന്നെ പറഞ്ഞു. ഡൽഹിയിൽ നിന്നുള്ള ഡിസ്കഷന് ശേഷം അവർ തന്നെ ഡയറക്റ്റായിട്ട് പറഞ്ഞു. പിന്നെ അതിനേക്കാൾ കൂടുതൽ ആവേശപ്രകടനം ആരും പ്രതീക്ഷിക്കുന്നുമില്ല, പാർട്ടിയും പ്രതീക്ഷിക്കുന്നില്ല. അതെങ്ങനെ ആൻറ്റിസിപ്പേറ്റഡ് ക്വസ്റ്റ്യൻ ഇല്ല. അവിടെ ഈ കോൺഗ്രസ് എല്ലാം ഒരുമിച്ചാണ്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ചില വാക്കുകളുണ്ട്. ഞങ്ങൾക്കിതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ചില ഗ്യാരണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദാനം പാലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. അതിന് ഗവൺമെൻറ് ഉണ്ടാകണം, ബാക്കി കാര്യങ്ങൾ നടക്കണം. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താ? പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി താമസം വിന മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആണല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതാ പറഞ്ഞത്. ആ അനൗൺസ്മെൻറ്റ് ഡൽഹിയിൽ നിന്ന് നടത്തും, ഹൈക്കമാൻഡ് നടത്തും. ഹൈക്കമാൻഡിനെ ഈ കാര്യം ചുമതലപ്പെടുത്തിയ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയാണ്. മാത്രമല്ല, ഇതിലൊരു പ്രോസസ്സില്ലേ. ആ പ്രോസസ്സ് എന്താ? ജനങ്ങളുടെ മുമ്പിൽ 140 സ്ഥാനാർത്ഥികളെ നമ്മൾ അണിനിരത്തി. അതിൽ മഹാഭൂരിപക്ഷവും ജയിച്ചു വന്നു. പിന്നെ പോയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മാത്രം കാര്യമാണെങ്കിൽ ജയിച്ചു വന്ന 63 പേരെ ഒരുമിച്ച് ചേർത്തു. അവരുടെ എല്ലാം ഒപ്പീനിയൻ തേടി. ആ ഒപ്പീനിയൻ ദേശീയ നേതൃത്വത്തിൻ്റെ മുമ്പിൽ വെച്ചു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനമെടുക്കും.
സ്വാഭാവികമായിട്ട് അതിനോടൊപ്പം അവർക്ക് ചർച്ച ചെയ്യേണ്ട ആളുകളുണ്ടെങ്കിൽ, മറ്റ് നേതൃത്വം ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യും. അതിനുശേഷം കൃത്യമായി ചെയ്യും. എനിക്കൊരു തിരിച്ചൊരു ചോദ്യമുണ്ട്. ഇതുപോലെ ഒരു വലിയ മത്സരം നടന്നിട്ട് ഏത് പാർട്ടിയിലെ ഇതുപോലുള്ള പ്രോസസ്സ് പൂർത്തിയാക്കി വന്നിട്ടുള്ളത്? ഇതുപോലൊരു പ്രോസസ്സ് പൂർത്തിയാക്കി ആളുകളുടെ പേര് അനൗൺസ് ചെയ്ത അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്ന വേറെ ഏത് പ്രസ്ഥാനമുണ്ട്? അത് UDF പ്രത്യേകതയല്ലേ? അതൊക്കെ തീരുമാനിക്കേണ്ട വഴിയാണ്. ഞാനതിനകത്ത് തീരുമാനം പറയാൻ ബാധ്യസ്ഥനല്ല, തീരുമാനം പറയേണ്ട ആളുമല്ല. എനിക്കതിനുള്ള ഒരു ശക്തിയില്ല. ഞാനതിനു വേണ്ടി ഞാൻ പറയുകയും ചെയ്യുന്നത് ശരിയില്ല. ഞാനൊരു ഒരു എന്താ ശരാശരി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള സ്റ്റാറ്റസിൻ്റെ എനിക്കുള്ളൂ. അത് കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള നല്ല കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം മാത്രം. നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഒരു തർക്കവുമില്ലാതെ ഇത് ശാന്തമായി പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പുതിയ ഭരണം വരുന്നു. കഴിഞ്ഞ 10 വർഷം മുൻപ് പ്രധാനപ്പെട്ട കേസുകളാണ് അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് CP കേസൊക്കെ അന്വേഷിച്ചിരുന്ന പല ഉദ്യോഗസ്ഥരും CPMന്റെ ഒക്കെ തന്നെ പകപോക്കൽ നേതാക്കന്മാർ അത് പല പ്രധാനപ്പെട്ട വസ്തുക്കളൊന്നും കിട്ടാതെ മാറി നിൽക്കുന്നു. IG ആയിക്കോട്ടെ, അനൂപ് ആയിക്കോട്ടെ, ചൗക്കത്തലി ആയിക്കോട്ടെ. അപ്പോൾ UDF വരുമ്പോൾ സമയത്ത് അവർക്ക് തിരിച്ചൊരു മടങ്ങി വരണ്ടാവുമോ? അവർക്കൊക്കെ നമ്മൾ കൊടുത്ത പോലുള്ള സംരക്ഷണം ആരാ കൊടുത്തിട്ടുള്ളത്? ഈ പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഹോം മിനിസ്റ്ററായിരുന്ന കാലത്താണ് എല്ലാ സംരക്ഷണവും കൊടുത്തു. അത് മാത്രമൊന്നുമല്ല, എന്നോട് ചോദിക്കാത്ത, എന്നോട് ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് ക്രിമിനൽ ഒഫൻസായി വന്നിട്ടുണ്ട്. തെറ്റല്ലേ? ഒരു സാധുവിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ്റെ വീട്ടുപടിക്കൽ കെട്ടിയിരുന്ന ഗർഭിണിയായ ഒരു പശുവിനെ ഒറ്റ വെട്ടിനാണ് കൊന്നുകളഞ്ഞത്. ഞാൻ ചോദിക്കുക, ക്രൂരം എന്ന് പറയല്ലാതെ മറ്റെന്താ അതിനെക്കുറിച്ച് പറയാൻ? ഇതുപോലെ എത്ര കാര്യങ്ങളാണ്. ഇവിടെ ബൈക്കിൽ പോവുക, പട്ടിയെ പുറകെ വിടുക, എന്നിട്ട് പട്ടിയുടെ തലയ്ക്ക് വെട്ടുക, വെട്ട് കൃത്യമായില്ലെങ്കിൽ വീണ്ടും വണ്ടി വിടുക, ട്രെയിൻ ഇത് നോക്കി റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിൽ നമുക്ക് അനുവദിക്കാൻ പറ്റുമോ? സാധ്യമല്ല. അതല്ല, അതൊന്നും ഞാൻ പറയേണ്ടതല്ല. അത് ആ കാലത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് പറയേണ്ടത്. പക്ഷേ നമ്മളുടെ മോഹങ്ങൾ പറയാം. നമ്മുടെ താല്പര്യം എന്താ? ഇവിടെ ഒരു നീതിപൂർവമായ നടപടിക്ക് മുന്നോട്ട് പോയ ഉദ്യോഗസ്ഥന്മാരെ ചവിട്ടി മെതിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം കാണാനുള്ള ബാധ്യത ആർക്കാ? ഞങ്ങൾക്ക് തന്നെയാണ്. ആ പരിഹാരം കാണണ്ടേ? അത് കാണണം. അതാണ് ഞങ്ങളുടെ മോഹം. അത് AICC തന്നെ പറഞ്ഞല്ലോ, തെറ്റായിപ്പോയി എന്ന് പറഞ്ഞല്ലോ. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം കേട്ടില്ലേ? തെറ്റായിപ്പോയി, ശരിയല്ല, അനീതിയാണ്. പക്ഷെ ഉമ്മൻചാണ്ടി ആരാണ് എന്ന് ആദ്യം അവരറിഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രമേ ഇതുപോലുള്ള നടപടിയിലേക്ക്. അതിനുവേണ്ടി ഒരു കൈ പോക്കുന്ന ഏത് കോൺഗ്രസ്സുകാരനാണ്, ഏത് UDF പ്രവർത്തകനാണ്? അതൊക്കെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇവിടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപദാസ് മുൻഷി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനോട് യോജിക്കുകയാണ്. ഇന്നലെ കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഉണ്ടായിരുന്നു. പറയുന്നത് CPM അണികൾ വ്യാപകമായി ക്രോസ് ഔട്ട് ചെയ്താണ് തോൽവിക്ക് കാരണം. 12 സീറ്റിൽ തോൽക്കാൻ കാരണം CPM കാലുവാരിയതാണെന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രവൃത്തികളും തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയാണെന്നാണ് പറയുന്നത്. അതിന് മറുപടി പറയേണ്ടത് CPM ആണ്. അവരുടെ ഒരു ആക്ഷേപം പറഞ്ഞു. ഘടകകക്ഷിയിലെ 3ാം കക്ഷിയായി നിൽക്കുന്ന ഈ കേരള കോൺഗ്രസിന്റെ ആക്ഷേപം ശക്തിയായിട്ട് അവർ പറഞ്ഞു. അവർ മുഖ്യമന്ത്രിയെ തന്നെ അക്യൂസ് ചെയ്തു. അതിനുത്തരം പറയേണ്ടത് ആരാ? അതൊക്കെ വരേണ്ടാമത്തെ, അത് പൊളിറ്റിക്കലാണ്. ഇതവരുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആരാ ഉത്തരവും പറയേണ്ടത്? CPM ആണ്. ഒന്നുകിൽ അവർ അംഗീകരിക്കുന്നു എന്നുള്ളതായിരിക്കാം മറുപടി. ഇല്ലെങ്കിൽ മറുപടി ഉണ്ടെങ്കിൽ അവർ മറുപടി പറയണം. പക്ഷേ ഈ ആക്ഷേപം വന്ന് ഏതാണ്ട് 10-12 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു ദിവസം തന്നെ കഴിയുക. എന്നിട്ടും ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു മറുപടി പറയാത്തതിൻ്റെ കാരണം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താ കാരണം? അവർ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ കണക്കാക്കുകയാണ്. അതിന് മറുപടി അവർ പറയട്ടെ.